ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ഇനി 7 ദിവസം കൂടി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കേണ്ട സമയമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കൊണ്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ വാങ്ങേണ്ടതാണ്. കാരണം എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യനുകളും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A man traveled first half of his journey at a speed of 60 km per hour and the second half of his journey at a speed of 40 km per hour. Find the average speed of the man. അതായത് ഒരു മനുഷ്യൻ തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 60 കിലോമീറ്റർ പെർ ഹവറിലും വേഗതയിലും രണ്ടാം പകുതിയിൽ 40 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചു. ആ മനുഷ്യന്റെ ശരാശരി വേഗത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യന്റെ ശരാശരി വേഗത എങ്ങനെ കണ്ടുപിടിക്കും? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ? ദ ആവറേജ് സ്പീഡ് ഓഫ് ദ മാൻ, അതായത് ഒരു മനുഷ്യന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് സമം രണ്ട് വേഗതകളുടെയും ശരാശരി. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ രണ്ട് വേഗതകളുടെയും ശരാശരിയാണ്. കാരണം അത് വേഗതയിൽ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ശരാശരി വേഗതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ശരാശരി വേഗത ഈസ് ഈക്വൽ ടു ദ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 40/2 സമം എത്രയാണ്? 100/2. 100/2 ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ ഹവർ. ഏതാണ് ആൻസർ? ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A man traveled 30% of his journey at a speed of 85 km per hour and the rest of his journey at a speed of 33 km per hour. Find his average speed throughout the journey. അതായത് ഒരു മനുഷ്യൻ തൻ്റെ യാത്രയുടെ 30% 85 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും ബാക്കി യാത്ര 33 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചു. യാത്രയിലുടനീളം അയാളുടെ ശരാശരി വേഗത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയാണ്? ദ ആവറേജ് സ്പീഡ് ഓഫ് ദ മാൻ. ആവറേജ് സ്പീഡ് ഓഫ് ദ മാൻ എങ്ങനെയാണ്? 30 85 പ്ലസ് 70 33 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര വരും? 2550 പ്ലസ് 2310 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര വരുന്നത്? 4860/100. 48.6 കിലോമീറ്റർ പെർ ഹവർ. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If a man traveled at a 3/4 of his usual speed of the time taken by him to cover the usual distance is what percentage of the usual time taken? അതായത് ഒരു മനുഷ്യൻ തൻ്റെ സാധാരണ വേഗതയുടെ 3/4 സഞ്ചരിച്ചാൽ സാധാരണ ദൂരം പിന്നിടാൻ അയാൾക്ക് എടുക്കുന്ന സമയം സാധാരണ സമയത്തിൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്ക് അതിൻ്റെ ഇവിടെ സഞ്ചരിക്കുന്ന ദൂരം സാധാരണ ദൂരത്തിന് തുല്യമായതിനാൽ എടുക്കുന്ന സമയം വേഗതയുടെ പരസ്പര പൂരകമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വേഗതയുടെ പരസ്പര പൂരകമായിരിക്കും. എടുത്ത സമയം 1/3/4 അതായത് സാധാരണ സമയം ഓഫ് ദ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് സാധാരണ സമയത്തിൻ്റെ 3/4 ആണ്. അപ്പോൾ 4/300 എത്ര വരും? സമം 133.3% ഓഫ് ദ യൂഷ്വൽ ടൈം ടേക്കൺ. സാധാരണ സമയത്തിൻ്റെ 133.3% വരും അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 133.3. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാവലിംഗ് അറ്റ് 1/6 of his usual speed of a man is late by 30 minutes. What is the usual time taken by him to cover the same distance? അതായത്
സാധാരണ വേഗതയുടെ 1/6 1 വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരാൾ 30 മിനിറ്റ് വൈകിയാൽ അതേ ദൂരം സഞ്ചരിക്കാൻ അയാൾക്ക് സാധാരണയായി എത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും? നമുക്കൊന്ന് നോക്കാം. എത്ര സമയം എടുക്കും? Let's the distance be d and the usual distance be 6x. അതായത് ദൂരം ഡിയും സാധാരണ ദൂരം നമുക്ക് 6x എന്ന് നമുക്ക് എടുക്കാം. അപ്പം d/x - d divided by 6x സമയം എത്ര വരും? 30/60. 30/60. അപ്പോൾ 6d - d divided by 6x is equal to 30/60 വരും. അപ്പോൾ 6d - d എത്രയാണ്? 5d ആണ് അല്ലേ? 5d divided by 6x is equal to 30/60. അപ്പോൾ 300d is equal to 180x. അപ്പോൾ യൂഷ്വൽ സ്പീഡ് എത്ര വരും? d/6x. അപ്പോൾ എത്രയാണ്? d is equal to 180x/300. യൂഷ്വൽ സ്പീഡ് എത്രയാണ് വരുന്നത്? 180x divided by 300 6x. അപ്പോൾ ഹവേഴ്സ് വരും. അപ്പോൾ എത്രയാണ് യൂഷ്വൽ സ്പീഡ്? 1/10 ഹവേഴ്സ്, അതായത് 60/10 മിനിറ്റ്സ്, അതായത് 6 മിനിറ്റ്സ് വരും. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നാച്ചുറൽ നമ്പർ? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഏതാണ് നാച്ചുറൽ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവിക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ് കണ്ടെയ്ൻ, സ്വാഭാവിക സംഖ്യകളിൽ 1 2 3 എന്നിവ അടങ്ങിയിരിക്കും അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ 3.5 ഒരു പൂർണ്ണ സംഖ്യയല്ല, അതിനാൽ അത് സ്വാഭാവിക സംഖ്യ അല്ല. 0 and -2 സ്വാഭാവിക സംഖ്യകളുടെ ഗണത്തിന്റെ ഭാഗമല്ലാത്തതിനാൽ അവയും സ്വാഭാവിക സംഖ്യകളല്ല. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 7. അടുത്ത ക്വസ്റ്റ്യൻ. രോഹൻ bought bike for Rs 75,000. He wants to sell it by making 20% profit. What is the selling price of bike? അതായത് രോഹൻ 75,000 രൂപയ്ക്ക് ബൈക്ക് വാങ്ങി, അതിൻ്റെ അകത്ത് 20% ലാഭം നേടി അത് വിൽക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. ബൈക്കിന്റെ വിൽപ്പന വില എത്രയാണ്? നമുക്കൊന്ന് നോക്കാം എത്ര വരുമെന്ന്. പ്രൈസ് ഓഫ് ബൈക്ക് ഈസ് എത്രയാണ്? 75,000 രൂപ അല്ലേ? ദ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 25%. പ്രോഫിറ്റ് ലാഭം എത്രയാണ്? 20/100 into 75. എത്രയാ വരുന്നത്? 75,000 എത്ര വരും? 15,000 വരും അല്ലേ? 15,000. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് അല്ലേ അറിയണ്ടേ? എത്രയാണ് വരുന്നത് സെല്ലിംഗ് പ്രൈസ്? ബൈയിങ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ 75,000 പ്ലസ് 15,000 ഈസ് ഈക്വൽ ടു 90,000. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? എത്രയാണ്? ഓപ്ഷൻ ഡി 90,000. അടുത്ത ക്വസ്റ്റ്യൻ. The cost price of house is 2,50,000. The house prepare 25 lakh. Sorry, 25 lakh. The cost price of house is Rs 25 lakh. The house repair costed Raj 1,50,000. The house was sold for 20% profit. What is the selling price of house? അതായത് വീടിന്റെ വില 25 ലക്ഷം. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് രാജിന് 1.5 ലക്ഷം രൂപ ചെലവായി. 20% ലാഭത്തിന് മാത്രമാണ് വീട് ലഭിച്ചത്. വീടിന്റെ വിൽപ്പന വില എത്രയാണ്? നമുക്കൊന്ന് കണ്ടുപിടിക്കാം അതെങ്ങനെയാണെന്ന്. കോസ്റ്റ് പ്രൈസ് ഓഫ് ഹൗസ് എത്രയാണ്? 25 ലക്ഷമാണ് അല്ലേ? കോസ്റ്റ് ഓഫ് റിപ്പയർ എത്രയാണ്? 1.5 ലക്ഷം രൂപ. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഹൗസ് ആർഎസ് എത്ര വരും? 26,50,000 രൂപ വരും അല്ലേ? 26 ലക്ഷം രൂപ വരും അല്ലേ? അതിന്റെ പ്രോഫിറ്റ് ലാഭം എത്രയാണ്? 20/100 into 26,50,000 രൂപ. അപ്പോൾ എത്ര വരും? 5,30,000 രൂപ വരും അല്ലേ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്? 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. എത്രയാണ്? 31,80,000 രൂപ. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 31,80,000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ.
ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്, നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അതിനകത്ത് ഞാൻ MCQs, അതായത് ഓപ്ഷൻസ് എടുത്തു കളഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരുവാണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾസ്. ഹി സെൽസ് 40% ആപ്പിൾസ് ആൻഡ് സ്റ്റിൽ ഹാസ് 420 ആപ്പിൾസ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് ഹി ഹാഡ് ഒറിജിനലി? അതായത് ഒരു പഴവിൽപ്പനക്കാരൻ്റെ കൈവശം കുറച്ച് ആപ്പിള് ഉണ്ടായിരുന്നു. അയാൾ 40% ആപ്പിൾ വിറ്റിട്ടും 420 ആപ്പിൾ ഇപ്പോഴും ഉണ്ട്. അയാൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആപ്പിളിൻ്റെ ആകെ എണ്ണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് നമുക്ക് നോക്കിയാലോ. ലെറ്റ് ദ നമ്പർ ഓഫ് ആപ്പിൾസ് എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് ബി എക്സ്. അതായത് ഒരു വിൽപ്പനക്കാരൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആപ്പിളിൻ്റെ എണ്ണം നമ്മൾ എക്സ് എന്ന് കണക്കാക്കുന്നു. ആസ് പെർ ദ ഗിവൺ ക്വസ്റ്റ്യൻ 100 മൈനസ് 40% ഓഫ് എക്സ് 420 സമം 420. അപ്പോൾ 60% ഓഫ് എക്സ് 420, 600 by 100 എക്സ് ഈസ് ഈക്വൽ ടു 420. അപ്പോൾ എക്സ് എക്സ് വരും 700. ഹെൻസ് ദ ഫ്രൂട്ട് സെല്ലർ ഹാഡ് എ ടോട്ടൽ ഓഫ് 700 ആപ്പിൾസ്. അങ്ങനെ പഴവിൽപ്പനക്കാരന് ആകെ 700 ആപ്പിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. 3 students contested an election and received 1000, 5000, 10,000 votes respectively. What is the percentage of the total votes the winning student gets? അതായത് 3 വിദ്യാർത്ഥികൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യഥാക്രമം 1000, 5000, 10000 വോട്ട് നേടി വിജയിച്ചു. വിജയിച്ച വിദ്യാർത്ഥിക്ക് ആകെ വോട്ടുകളുടെ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര വരുന്നത്? 1000 പ്ലസ് 5000 പ്ലസ് 10000 16000 വരും അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. ദ സ്റ്റുഡൻറ് ഹു വൺ ദ വോട്ട്സ് ഗെറ്റ് എത്രയാണ്? 10000 വോട്ട്സ്. ഹെൻസ് ദ പെർസെൻറ്റേജ് വിൽ ബി എത്ര വരുന്നത്? പെർസെൻറ്റേജ് 10000 ഡിവൈഡഡ് ബൈ 16000 ഇൻറ്റു 100%. എത്രയാണ്? 62.5%. 62.5%. അടുത്ത ക്വസ്റ്റ്യൻ. For a student to clear an examination, he must score 55% marks. If he gets 120 and fails by 78 marks, what is the total marks for the examination? അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു പരീക്ഷ പാസ്സാകണമെങ്കിൽ 55% മാർക്ക് വേണം. അയാൾക്ക് 120 മാർക്ക് ലഭിക്കുകയും 78 മാർക്ക് കുറയുകയും ചെയ്താൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയാണ്? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. The mark obtained by the student is 120 and the student fails by 78 മാർക്ക്. അതായത് മാർക്ക് എത്രയാണ്? 120 മാർക്ക്. വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക് 120 ആണ്. വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 78 മാർക്ക് കുറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് പാസിംഗ് മാർക്സ് ഈസ് എത്രയാണ്? 198. അതായത് എങ്ങനെയാണ്? 120 പ്ലസ് 78 സമം 198. അപ്പോൾ ലെറ്റ് us കൺസിഡർ ദ ടോട്ടൽ മാർക്സ് ബി എക്സ് എന്ന് നമ്മൾ കൊടുക്കുന്നു. ദെൻ 55 by 100 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 198. അപ്പോൾ എക്സ് എത്ര വരുന്നത്? 360. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. By how much is 80% of 40 greater than 4/5 of 25? 400ന്റെ 80% 25ന്റെ 4/5 എത്ര വലുതാണ്? നമുക്ക് നോക്കാം. 80% ഓഫ് 40 40 സമം 80/100 ഇൻറ്റു 40. അപ്പോൾ 4/5 ഓഫ് 25 ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു 25. റിക്വയർഡ് വാല്യൂ എത്രയാണ്? 80/100 ഇൻറ്റു 40 മൈനസ് 4/5 ഇൻറ്റു 25. അപ്പോൾ എത്ര വരും? 32/20 ഈസ് ഈക്വൽ ടു 12. 12 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.